സ്കൂളുകളിൽ നിന്ന് മാധ്യമങ്ങളെ ഇറക്കിവിടുന്ന രീതി ശരിയല്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട്. പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു. അങ്ങനെയൊന്നും പിന്നെ മാധ്യമങ്ങളിൽ നിന്ന് ഇറക്കിവിടേണ്ട കാര്യമൊന്നുമില്ല. മാധ്യമങ്ങളൊക്കെയാണല്ലോ ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇപ്പം മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ 14,000-ഓളം വരുന്ന സ്കൂളുകളുടെ കാര്യം ഉദ്യോഗസ്ഥന്മാർ തരുന്ന റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. 14,000 സ്കൂളിൽ മന്ത്രിക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങളാണ് ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഈ കാര്യങ്ങളിൽ പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഞാനത് അന്വേഷിക്കുന്നുണ്ട്. കാർത്തികപ്പള്ളിയിൽ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങളെ അത് കയറ്റിയില്ലെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുന്നുണ്ട്. അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി കൊല്ലത്തെടുത്ത പോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള നടപടി. ശരി, മാധ്യമങ്ങളെ ഇറക്കിവിടുന്ന നടപടിയോട് യോജിപ്പില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. എൻ്റെ കൂടെ ബ്യൂ ഷൈജു ഉണ്ട്, ഒപ്പം സാജിദ് അജ്മലും. ഷൈജു കാർത്തികപ്പള്ളിയിൽ നിന്ന്. ഷൈജു, എന്താണ് മാധ്യമങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കാത്തത്? ഈ മേൽക്കൂരി തകർന്ന സ്കൂളിന്റെ ഖ്യാതി തകർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന ഭയപ്പാടാണോ CPIM-കാർക്ക്? നിഷാദ്, അതാണ് നമുക്കും മനസ്സിലാവാത്തത്. കാരണം വളരെ പഴക്കമുള്ള ഒരു സ്കൂളിൽ, ആ സ്കൂളിലെ ഒരു പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നു, ഇല്ലായിരുന്നു എന്ന് അധ്യാപകർ പറയുന്നു. അതൊക്കെ നമ്മൾ വാർത്തയാക്കി. അതിനുശേഷം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഇന്ന് വളരെ ആഹ്ലാദഭരിതരായി കുട്ടികൾ ആ ക്ലാസ്സിലേക്ക് പോകുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുമ്പോൾ കഴിഞ്ഞ ദിവസമൊന്നും ഇല്ലാത്ത തരത്തിൽ CPM-ന്റെ വാർഡ് മെമ്പർ നിബു നേരിട്ട് വന്ന് നമ്മളെ തടയുന്ന ഒരു കാഴ്ച. ആ തടയുക മാത്രമല്ല, അത് കയ്യേറ്റം ചെയ്തിട്ട് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നു. മാത്രവുമല്ല, നമ്മളെ കയ്യേറ്റം ചെയ്യാൻ ഇക്കാര്യം പ്രതികരണം ചോദിക്കണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റംഗങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ അവരെ തടയുന്ന ഒരു രീതി. അത്തരത്തിൽ വലിയ നമുക്കൊരു ഗുണ്ടായിസം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ഒരു പഞ്ചായത്ത് അംഗം മാറുന്നു. നമ്മൾ അപ്പോൾ ചോദിച്ചൊരു ചോദ്യം, ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനോ മറ്റധ്യാപകരോ SMC-യുടെ ചെയർമാനോ അങ്ങനെ ആരെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ആർക്കുമല്ല എനിക്കത് പറയേണ്ടി വരും എന്ന് പറഞ്ഞു നമ്മളെ കയ്യേറ്റം ചെയ്യും. അതിനുശേഷം നമ്മുടെ ക്യാമറാമാനെ കയ്യേറ്റം ചെയ്യുന്നു. ആദ്യം മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് നേരെയുമായിരുന്നു അദ്ദേഹത്തിന്റെ ആക്രോശമെങ്കിൽ പിന്നീട് അത് നമുക്ക് നേരെയായി. കാരണം ആ സമയത്ത് നമുക്ക് മാത്രമായിരുന്നു ലൈവ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ലൈവ് തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ ചെയ്തത്. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്ന് മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഈ നിബുവിന്റെ സഹോദരൻ കേരള കോൺഗ്രസ്സുകാരൻ അദ്ദേഹം ആദ്യം എന്നെ തടയുന്നു. നിങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറാണോ? റിപ്പോർട്ടറാണെങ്കിൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. മറ്റൊരു കേരള കോൺഗ്രസ്സുകാരൻ നിങ്ങളെ തടയും, നിങ്ങൾ കയറിയാൽ ഞങ്ങളും കയറും എന്ന് പറഞ്ഞ് നമ്മളെ തടയുകയാണ്. അങ്ങനെ തടഞ്ഞ് ഗേറ്റിൽ ഞാൻ അപ്പോൾ പ്രശ്നമുണ്ടാക്കാതെ മാറുകയായിരുന്നു. അതിനുശേഷം വന്ന ന്യൂസ് മലയാളം റിപ്പോർട്ടർ ടീമിനെ അകത്തേക്ക് കയറ്റി, കൈരളി TV-യുടെ റിപ്പോർട്ടറെ അകത്തേക്ക് പുറത്തേക്കും കയറ്റുന്നു. അതൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മളെ മാത്രം അകത്തേക്ക് കയറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി നടത്തിയെന്നത് അത്യന്തം ദുഃഖകരമായി. കോൺഗ്രസ് നേതാവും MLA-യുമായ ശ്രീ രമേശ് ചെന്നിത്തല ഈ കാർത്തികപ്പള്ളി സ്കൂളിൽ നടന്നത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് നിങ്ങൾ ഇവിടെ വരണ്ട, ഇത് കുട്ടികൾ പഠിക്കുന്ന സ്ഥലം, മാധ്യമങ്ങൾ ഇതിനകത്ത് പ്രവേശിക്കേണ്ടതില്ല എന്ന് CPIM-കാർ ഭീഷണി മുഴക്കുന്നു, പിടിച്ചു തള്ളുന്നു. സത്യത്തിൽ സർക്കാരിന്റെ എതിരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളെ അടിച്ചമർത്തുക, അതിനെതിരെ വരുന്ന ദൃശ്യങ്ങളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശമായിരിക്കുമോ ഇതിന് പിന്നിൽ? ഏതായാലും മാധ്യമപ്രവർത്തകരെ വസ്തുതകൾ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ തടയുന്നത് ശരിയല്ല. ആര് തടഞ്ഞാലും. പിന്നെ അവിടെ ഇപ്പൊ ഇന്നലെ തന്നെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർ പുതിയ സ്കൂളിലേക്ക് കുട്ടികളെ ഇന്ന് പഠിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായ വൈദ്യുതി കണക്ഷനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകരോട് തടയുന്ന നടപടിയോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഏതായാലും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ അവിടെ പഠനം നടത്തണം എന്നുള്ളതാണ് രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം. MLA എന്നുള്ള നിലയിൽ ഞാനത് ഇടപെടുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളെ തടയുന്ന നടപടിയോട് യോജിക്കാൻ കഴിയില്ല, ഒപ്പം MLA നിലയ്ക്ക് താൻ ഇടപെട്ട് കഴിഞ്ഞു എന്നാണ് രമേശ് ചെന്നിത്തല അറിയിക്കുന്നത്. ഷൈജു, ഈ കാര്യത്തിൽ പോലീസിന്റെ പൊസിഷൻ എന്തായിരുന്നു? പോലീസ് ഉണ്ടായിരുന്നല്ലോ അവിടെ.
പക്ഷെ നിങ്ങൾ മാന്യമായിട്ടൊക്കെ പറഞ്ഞാൽ മതി. നിഷാദ്, അതായത് പോലീസൊക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷം കൂടുതൽ ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഈ പോലീസ് നോക്കുകുത്തിയായി നിന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ട് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്ന് മരുന്ന് കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കഴിച്ചതിന് ശേഷം അകത്തേക്ക് വരുന്നു. ഞാൻ മരുന്ന് കഴിക്കുന്ന കാര്യം പറയുമ്പോൾ ഈ കേരള കോൺഗ്രസ്സുകാരൻ എന്നോട് പറയുന്നത് മരുന്നൊക്കെ ആശുപത്രിയിൽ കഴിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ നേരെ കയറി. അദ്ദേഹം എന്നെ ആക്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം ആക്രമിച്ചു എന്നല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ നിബു എന്റെ മേൽ കൈവച്ചു, കയ്യേറ്റം ചെയ്തു. അക്കാര്യത്തിൽ അത് ദൃശ്യങ്ങൾ സാക്ഷിയാണ് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരിയിലക്കുളങ്ങര ഇൻസ്പെക്ടറോട് ഞാൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പരാതിയായി അദ്ദേഹത്തിന് എഴുതി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയെ ഞാൻ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ തത്സമയ സംപ്രേഷണത്തിൽ പോലും അദ്ദേഹം തർക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഗേറ്റിനകത്തേക്ക് ഞങ്ങളെ കയറാൻ പറ്റും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പോലും പറഞ്ഞിട്ടും ഇപ്പോഴും അനാവശ്യമായ തർക്കവുമായി ഈ സ്കൂളിന് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ